വചനമൊഴി ഒക്ടോബർ 24. വചനഭാഗം ഹെബ്രായർ 10:11-18, മത്തായിയുടെ സുവിശേഷം 16:5-12. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിന്നീട് മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പമെടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. ഈശോ പറഞ്ഞു, ഫരിസേയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ ശ്രദ്ധയോടെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നാം അപ്പമൊന്നും എടുക്കാത്തതുകൊണ്ടായിരിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു. ഈശോ ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതെന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരിസേയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പത്തിന്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരിസേയരുടെയും സദുക്കായരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളാൻ അവൻ അരുളിച്ചതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ അപ്പം വർദ്ധിപ്പിച്ച് നൽകിയതിനു ശേഷം കടലിന്റെ മറുകരയിലേക്ക് യാത്രയാകുന്ന സംഭവമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഫരീസേയരും സദുക്കായരും തെറ്റായ പ്രബോധനങ്ങൾ നൽകുന്നവരായിരുന്നു. സദുക്കായർ മരിച്ചവരുടെ പുനരുത്ഥാനമില്ലെന്ന് പഠിപ്പിച്ചിരുന്നവരായിരുന്നു. ഫരീസേയർ നിയമത്തെ വളരെ കാർക്കശ്യത്തോടുകൂടി അനുഷ്ഠിക്കുകയും മനുഷ്യത്വപരമായ പ്രവൃത്തികളില്ലാത്തവരും കരുണ കാണിക്കുകയില്ലാത്തവരുമായിരുന്നു. നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിലും ഈശോയുടെ പഠിപ്പിക്കലിൽ നിന്ന്, സ്നേഹത്തിന്റെ സുവിശേഷത്തിൽ നിന്ന് അകറ്റുന്ന, ശത്രുതയിലേക്ക്, വിദ്വേഷത്തിലേക്ക് അകറ്റുന്ന പ്രബോധനങ്ങൾ ഉയർന്നു വരുമ്പോൾ അപ്രകാരമുള്ള പ്രബോധനങ്ങളെ സൂക്ഷ്മതയോടെ കാണുവാൻ, ജാഗ്രതയോടെ കാണുവാനും, തെറ്റായ പ്രബോധനങ്ങളിൽ നിന്ന് മാറി ഈശോയുടെ പ്രബോധനത്തിൽ, സ്നേഹത്തിന്റെ പ്രബോധനത്തിൽ, കൂട്ടായ്മയുടെ പ്രബോധനത്തിൽ നിലനിൽക്കുവാനും തിരുവചനം നമ്മോട് പറയുകയാണ്. തിരുവചനം ആഹ്വാനം ചെയ്യുന്നു. ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഈശോയുടെ മാർഗത്തിൽ യാത്ര ചെയ്യുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.